സൂരജ് പാൽ സിംഗ് അഥവാ ഭോലെ ബാബ. പോലീസ് കോൺസ്റ്റബിളിൽ നിന്നും എങ്ങനെ ഇയാൾ ആൾദൈവമായി? 2.5 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്ത ഹാദ്രസിലെ മതപരിപാടിയിൽ ബാബയുടെ കാലിന്റെ അടിയിലെ മണ്ണെടുക്കാനുള്ള ഭക്തരുടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് 100-ലേറെ പേർ. ഹാദ്രസിലെ ബഹാദൂർ നഗറിലെ ഒരു ദളിത് കുടുംബത്തിലാണ് സൂരജ് പാൽ സിംഗിന്റെ ജനനം. ഉത്തർപ്രദേശിലെ പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്ന ഇയാൾ 10 വർഷമായിരുന്നു പോലീസ് സേനയിൽ ഉണ്ടായിരുന്നത്. പോലീസ് കോൺസ്റ്റബിളായി ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഇയാൾക്കെതിരെ നിരവധി ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടാവുകയും സൂരജ് പാൽ സിംഗ് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് നടന്നത് സിനിമയെ വെല്ലുന്ന സംഭവങ്ങൾ. ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയ സൂരജ് പാൽ സ്വയം ആൾദൈവമായി പ്രഖ്യാപിച്ചു. ആയിരങ്ങളും പതിനായിരങ്ങളും ഇയാളെ ദൈവമായി കണ്ട് ആരാധിക്കുകയും ഭോലെ ബാബ എന്ന് വിളിക്കുകയും ചെയ്തു. അയാളെ തന്നെ നാരായൺ സാഗർ ഹരി എന്ന് വിശേഷിപ്പിച്ചു. വെള്ള സ്യൂട്ടും സൺഗ്ലാസും ധരിച്ച് രംഗണ്ണൻ സ്റ്റൈലിലാണ് ഭോലെ ബാബ സത്സംഗങ്ങൾ എന്ന മതപ്രഭാഷണങ്ങളിൽ എത്താറുള്ളത്. അനുയായികളിൽ കൂടുതലും സ്ത്രീകൾ. അനുഗ്രഹം വാങ്ങാൻ എല്ലാ ചൊവ്വാഴ്ചയും ഭക്തരെത്തും. ഭക്തരെ നിയന്ത്രിക്കാൻ നാരായണ സേന എന്ന പേഴ്സണൽ സ്ക്വാഡും. സത്സംഗങ്ങളിലൂടെ ഒഴുകിയെത്തുന്നത് കോടികളും. ഹാദ്രയിലെ ദുരന്തത്തിന് ശേഷം ബാബയുടെ പൊടി പോലുമില്ല. എവിടെ ആൾ ദൈവം? ദൈവമല്ലേ, എന്തുകൊണ്ട് തന്റെ ഭക്തരെ രക്ഷിക്കാൻ പറ്റിയില്ല? അന്ധത വന്നു മൂടിയ ഒരുപറ്റം ജനതയുടെ കണ്ണുകൾ ഇനിയെങ്കിലും തുറക്കട്ടെ.